ഹായ് എവ്രിബഡി, വെൽക്കം ടു ക്യാൻഡിൻ ടോക്സ്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ നോയ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള നോയ്സ് ശ്രദ്ധിക്കാൻ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നമുക്ക് കേൾക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സൈലൻസിൽ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ സൈലൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് എല്ലാവരും നോക്കുക. എന്ത് സംഭവിക്കുകയെന്ന് അറിയോ? നമ്മളെ തന്നെ ബിസിയാക്കിക്കൊണ്ട്, നമ്മുടെ ഹെഡ് ആൻഡ് ഹാർട്ട് ബിസിയാക്കിക്കൊണ്ട്, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ അണ്ടർഗോ ചെയ്യുന്ന ഇമോഷൻസ് എന്താണെന്ന് ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ നമ്മളുടെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഡീഫോൾട്ടായിട്ട് നമ്മുടെ വാല്യൂസായിട്ട് മാറും. നമുക്ക് വളരെ ബിസിയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ലോവർ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ദേഷ്യമായിരിക്കും, അസൂയ ഉണ്ടാവും, ശത്രുത മനോഭാവം ഉണ്ടാവും, ലസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ലോവർ വാല്യൂസിലൂടെ ആയിരിക്കും നമുക്ക് പോവുക. നമുക്കറിയാം ദേഷ്യം ഉണ്ടെന്നൊക്കെ, പക്ഷെ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതൊന്നും നോക്കാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ നമുക്ക് സമയം ഇല്ല. നമ്മുടെ വാല്യൂ സിസ്റ്റം ഡീഗ്രേഡ് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഹയർ വാല്യൂസ്, അതായത് ട്രൂത്ത്ഫുൾനെസ്, ഇൻറ്റഗ്രിറ്റി, ഡിറ്റർമിനേഷൻ, സാക്രിഫൈസ്, നോൺ വയലൻസ്, പേഷ്യൻസ്, എംപതി, ഇങ്ങനെയുള്ള കുറേ ഹയർ വാല്യൂസ് ഉണ്ടായിരുന്ന ആളുകളുടെ വാല്യൂസ് എല്ലാം കുത്തനെ ഡിഗ്രേഡ് ചെയ്തിട്ട് ലോവർ വാല്യൂസ് ആയിട്ടുള്ള ജലസി, എൻവി, ഇങ്ങനെയുള്ളതിലേട്ടൊക്കെ പോകും. ഇങ്ങനെ നമ്മളെ തന്നെ സെൽഫ് റിഫ്ലെക്ഷൻ നടത്താതെ നമ്മുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ചെക്ക് ചെയ്യാതിരുന്ന ഇതാണ് സംഭവിക്കാൻ പോവുക. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് സെൽഫ് റിഫ്ലെക്ഷൻ നടത്താം. നമ്മുടെ വാല്യൂ സിസ്റ്റംസൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെയിലി ബേസിസിലൊരു സെൽഫ് റിഫ്ലെക്ഷൻ നടത്തണം. എന്തൊക്കെ ഇമോഷൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്? ഞാനിന്ന് കൂടുതൽ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ പേഷ്യൻസ് കൂടുതലുണ്ടായിരുന്നോ, എന്താണ് നമ്മുടെ ഇമോഷൻസ് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മളുടെ ആക്ഷൻസ്, ആരെങ്കിലുമൊക്കെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടോ, അതോ ഞാൻ വളരെ ലവിങ് ആയിട്ടാണോ എല്ലാവരോടും പെരുമാറിയത്, അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നോ, അങ്ങനെ നമ്മുടെ ആക്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡെയിലി ഒരു റിഫ്ലെക്ഷൻ നടത്തുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഡേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് പേര് ചെയ്യുന്നുണ്ടാവും, പക്ഷെ മേജർ ആളുകളും ചെയ്യാത്തതായിരിക്കും സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. അതായത് വൺസ് ഇൻ എ മന്ത് ഡെഫിനറ്റായിട്ട് ഒരു ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഇതുവരെയും പോകാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അത് എൻജോയ് ചെയ്യുക. അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഫുൾ മാറും. നമ്മൾ വളരെ ഹാപ്പിയാവും, റിലാക്സ്ഡ് ആവും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനും, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹാബിറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് ചിന്തിക്കുവാനും, നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാനുള്ള ഒരു തോട്ട് നമുക്ക് എന്തായാലും കിട്ടും. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആക്റ്റീവായിട്ട് സോഷ്യൽ കോസസ്, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക, ചാരിറ്റി പ്രോഗ്രാംസിൽ ഇൻവോൾവ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് അറിയാതെ തന്നെ വളരെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഭയങ്കര ഹാപ്പിനെസ്സും ഒക്കെ കിട്ടും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തോ ആക്റ്റീവായിട്ട് തന്നെ നമുക്ക് സെൽഫ് റിഫ്ലെക്ഷൻ ചെയ്യുവാനും, നമ്മുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്ത്, നമ്മുടെ തോട്ട്സിനെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് നല്ല വാല്യൂ സിസ്റ്റംസ് റീഗെയിൻ ചെയ്യാൻ പറ്റും. നാളെ കാണാം. ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. എക്സ്പെക്ട് നത്തിങ് ആൻഡ് അപ്രീഷിയേറ്റ് എവറിഥിങ്.